അപ്പോൾ നമ്മൾ എമുവിൻ്റെ മുട്ട കൊണ്ട് ഓംലെറ്റ് അടിക്കാൻ വേണ്ടി പോകണം. ഓംലെറ്റ് അടിക്കാൻ പറഞ്ഞാൽ നമ്മൾ മുരിങ്ങയിലേക്ക് ചേർത്തിട്ടാണ് നമ്മൾ ഓംലെറ്റ് അടിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഞാൻ 5 മുട്ട നമ്മൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇത് നമ്മൾ എവിടെ നിന്ന് വാങ്ങിച്ചറിയോ? കണ്ണൂരിൽ നിന്നാണ് നമ്മൾ ഈ മുട്ട വാങ്ങിച്ചത്. കണ്ണൂർ നമ്മളൊരു സുഹൃത്ത് നമുക്ക് അറേഞ്ച് ചെയ്തതാണ് മുട്ട. അപ്പം കുറച്ച് ഉള്ളി സാധനങ്ങളൊക്കെ ഇതിനു വേണ്ടി ആദ്യം അരിഞ്ഞെടുക്കാം. ഉള്ളിൻ്റെ മൂക്ക് കട്ട് ചെയ്തിട്ടുണ്ടല്ലോ, പെട്ടെന്ന് നമുക്ക് ഉള്ളി കട്ട് ചെയ്ത് അതിനെ വേർതിരിച്ചെടുക്കാൻ പറ്റും. ഇനി നമുക്ക് പച്ചമുളക് കുറച്ച് കട്ട് ചെയ്യണം. പച്ചമുളക് നല്ല വലിപ്പമുണ്ട്. പിന്നെ നടുവായിട്ട് 4 ഇനി കട്ട് ചെയ്താൽ നല്ല ചെറിയ പീസുകളായി കിട്ടും. കുറച്ച് മല്ലിയില കട്ട് ചെയ്തെടുക്കാം. ഇതിന് കുറച്ച് മുരിങ്ങയില വേണം. ഇതൊന്ന് ഊരിയിട്ട് ഇതിന് കട്ട് ചെയ്യാം നമുക്ക്. ഇതൊന്ന് ചെറുതായി കട്ട് ചെയ്യും വേണം. മുരിങ്ങയില ഇത്ര വലുതായിട്ടാൽ ശരിയാവില്ല. ഇല ഫുള്ളായിട്ട് ചിലപ്പോൾ ഓംലെറ്റ് ശരിയായി വരില്ല. അതാണ് ഒന്ന് കട്ട് ചെയ്തത്. ഓക്കെ, നമുക്കിന് മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇത് ഉരുണ്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അതിനുള്ള ഉപ്പിട്ട് വെച്ചിരിക്കണം മുട്ട ഉരുളാതിരിക്കാനായിട്ട്. പൊട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ ഉണ്ണി ഉടയാതെ കിട്ടണം. ഓ, എത്ര വലിയ ഉണ്ണിയില്ലേ! ഉപ്പിട്ട് വെച്ചിരിക്കണം ഉരുണ്ട് പോകാതിരിക്കാനായിട്ട്. തെറിക്കണ്ട അതിനകത്ത്. നല്ല ഫ്രഷ് മുട്ടയാണ്. മൂന്നാമത്തെ മുട്ട. നമ്മുടെ 4ാമത്തെ മുട്ടയാണ്. നമ്മുടെ ലാസ്റ്റ് മുട്ടയാണ്. ഇനി നമുക്ക് ഉള്ളി അതുപോലെ തന്നെ പച്ചമുളക് ഇട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ബാക്കി നമുക്ക് നോക്കിയിട്ടിടാം. പച്ചമുളക്, മല്ലിയില, മുരിങ്ങയില നമുക്ക് മുഴുവൻ ആഡ് ചെയ്യാം. മുരിങ്ങയില ഇതിൻ്റെ മെയിൻ സാധനമാണ്. എമുവിൽ മുട്ട വറുക്കുമ്പോൾ മുരിങ്ങയിലിട്ട് വറുക്കാനായിട്ടാണ് പറയുന്നത്. നമുക്കൊന്ന് ഇളക്കി നോക്കാം എന്താണ്. ഇനി നമുക്ക് ലേശം ഉപ്പിട്ട് കൊടുക്കാം.
ലേശം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഒന്നും നിർബന്ധമില്ല, പക്ഷെ ഇട്ട് കൊടുത്താൽ നന്നായിരിക്കും. സാധാരണ മുട്ട വറുക്കും മഞ്ഞൾപ്പൊടി ഇടണ്ട, പക്ഷെ അത് വേറെ വലിയ മുട്ടയായതുകൊണ്ടാണ് നമ്മൾ മഞ്ഞൾപ്പൊടി അൽപ്പിട്ട് കൊടുക്കുന്നത്. നമുക്ക് ഞാൻ അടുപ്പൊന്ന് കത്തിച്ചെടുക്കണം. അടുപ്പൊന്ന് കത്തിക്കാം. ഇത് കർപ്പൂരമാണ്. താഴത്തെ പിടിക്കുമോ? കത്തി ഒന്ന് പിടിക്കട്ടെ. ചട്ടി ഒന്ന് വെച്ച് കൊടുക്കാം. നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിലല്ല, വെളിച്ചെണ്ണയാണത്. മുട്ട ഒഴിച്ച് കൊടുക്കാം. ഇത് 1-2 കുറച്ച് കൂടുതൽ ഉണ്ടാക്കാൻ പറ്റുന്നു. കുറേശ്ശെ വെച്ച് നൈസായിട്ട് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഫുള്ളായി മറിക്കാൻ പറ്റും തോന്നിയില്ല. നമുക്ക് കട്ട് ചെയ്യാം. 4 പീസായിട്ട് കട്ട് ചെയ്ത് മറിക്കാം. ബലമില്ല മുട്ടയ്ക്ക്, ഒരു പിടുത്തം. ചോദനായിരിക്കുന്നത് സംഭവം. ഇത് മാത്രം ലേശം കമ്പനി, അടുത്തതിൽ നമുക്ക് കൃത്യമായി മറിക്കാം. ഇത് മഞ്ഞക്കരുവ് അല്പം കൂടുതലാണ്, അതാണത് നമുക്ക് ശരിക്ക് എടുത്താൽ വരാത്ത, മുറിഞ്ഞു പോണത്. ഒരുപാട് പീസായി. ഒരെണ്ണം കൂടെ ഒഴിക്കാം. അപ്പോൾ നമ്മൾ എമുവിൻ്റെ മുട്ടയൊക്കെ വാങ്ങിയിട്ട് ഉണ്ടാക്കി ഞങ്ങൾ ടേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് എന്താ പറയുക, അത് ശരിക്കും ഫുള്ളായി മറിച്ചിടാൻ പറ്റില്ല. കാരണം ഇത് ശരിക്കും കൂട്ടിപ്പിടുത്തില്ലാത്തൊരു മുട്ട പോലെയാണ് നമുക്ക് ഫീൽ ചെയ്തത്. എന്താ പറയുക, ഇതിന് മഞ്ഞക്കരുവ് കൂടുതലാണ്. ഉണ്ണി കൂടുതലാണ്. അതുകൊണ്ടാണ് തോന്നുന്നു ഇത് ശരിക്കും എന്താ പറയുക, കൂട്ടിപ്പിടുത്തില്ലാതെ ആണ് കിട്ടുന്നത്. എന്തായാലും മുട്ട നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. രാജ് എങ്ങനെയാണ് സംഭവം? മുട്ട നല്ല ടേസ്റ്റ് ഉണ്ട്. അതിന് ഒരുപാട് ഇതില്ല, വളരെ സോഫ്റ്റാണ് ഇതിൻ്റെ സംഭവം. അതാണ് ശരിക്കും നമുക്ക് എന്താ ഒന്നായി മറിച്ചിടാൻ പറ്റാത്തത്. ഉടഞ്ഞു പോകും, പൊട്ടിപ്പോണൊരു സംഭവമാണ്. ശരിക്കും ഒന്നായി മറിച്ചിട്ട് കിട്ടുന്നില്ല. ഇത് എങ്ങനെയാണ് സംഭവം പറയും? അടിപൊളി. നിങ്ങൾ മിണ്ടണില്ല. എമുവിന് മുട്ട നേരത്തെ കഴിച്ചിട്ടുണ്ടോ? കഴിച്ചിട്ടുണ്ടാ? കഴിച്ചിട്ടുണ്ടോ എമുവിന് മുട്ട? എമുവിന് മുട്ട കഴിച്ചിട്ടുണ്ടോ നീ? നമ്മളിവിടെയൊക്കെ ഫാം ഉണ്ടായതാണ് എമുവിൻ്റെ, അതിപ്പോൾ ഇല്ല, അതൊക്കെ പൂട്ടിപ്പോയി. അപ്പോൾ ഞങ്ങൾ കണ്ണൂരിൽ നിന്ന് വാങ്ങിച്ചിട്ട് വന്നതാണ് എമുവിൻ്റെ മുട്ട. എന്നാ മുട്ട ഒരുപാട് കഴിച്ച വയറ് മുറുകാം.
ഉപ്പ് അങ്ങനെ ഉപ്പ് കുരുമുളകിൻ്റെ കുറവാണ്. കുരുമുളക് വാങ്ങാൻ മറന്നുപോയി. ആ അപ്പോൾ എന്തായാലും നല്ലൊരു അടിപൊളി വീഡിയോ വീണ്ടും കാണാം. ബൈ ബൈ കാട്ടി. അയ്യോ അത് ഭയങ്കര ഫാസ്റ്റാണ്. ബാ ഇതാണ് എമു. ഇവിടെ ഒരു 3-4 ഉണ്ട്. നമ്മൾ കണ്ണൂരാണ്. കണ്ണൂർ അപ്പുറത്തുണ്ട് കോഴി. ബാ കണ്ണൂരാണ്. ഈ സാധനം ഇപ്പോൾ ഇവിടെ ഇല്ലാണ്ടാ. ഇപ്പോൾ പേടിച്ചിട്ടാണ്. പേടിച്ചിട്ടാണ് ആളുകൾ ഇങ്ങനെ പിടിച്ചിട്ടേ പേടിച്ചിട്ടാണ്. ഇവിടെ ഉണ്ട്. ഇവനാണ് ആൾ ഉഷാറ്. ബാ ബാ നല്ല അടിപൊളിയായിട്ട് കഴിക്കണ്ടല്ലോ ഇത്. അവന് പേടിയില്ല. അപ്പോൾ ഇതിൻ്റെ മുട്ട വാങ്ങിക്കാൻ വേണ്ടി നമ്മൾ വന്നതാണ്. ഔഷധ ഗുണമുള്ള മുട്ടയാണെന്നാണ് പറഞ്ഞതേ. അപ്പോൾ നമുക്ക് എന്തായാലും മുട്ട വാങ്ങി വന്ന് ഇതിൻ്റെ വ്യത്യസ്തമായ രീതിയിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ബാ മതി.